ഞങ്ങളെല്ലാം മലേഷ്യയിലോട്ട് പോകും. ഒരുപാട് ദിവസത്തിന് ശേഷം എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ആഫ്റ്റർ 23 ഇയേഴ്സ് യു ആർ മീറ്റിംഗ് ആഫ്റ്റർ 23 ഇയേഴ്സ് യോ മാൻ. ഞാൻ മലേഷ്യയിലോട്ട് പോകാനുള്ള മെയിൻ കാരണം ആ വ്യക്തിയാണ്, ഇളം കോവൻ. എൻ്റെ 22 വർഷത്തെ ഫ്രണ്ടാണ്. മിക്കുള്ള മാസങ്ങളിലും പുള്ളി എന്നെ 2-3 വട്ടം വിളിക്കാറുണ്ട്. അങ്ങനെ പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ അങ്ങനെ മലേഷ്യയിലോട്ട് പറന്നു ഫാമിലി. പിന്നെ കോവൻ ബ്രോ അദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ട് ഞങ്ങൾ വന്ന് റൂമിൽ വന്ന് പിക്ക് ചെയ്ത് ചെറിയൊരു സിറ്റി ടൂർ, അതായത് ഒരു പ്രതിഫലവും ഇല്ലാതെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ പുള്ളി തന്നെ പേഴ്സണലി വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെ മലേഷ്യയിലോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഇൻവൈറ്റ് ചെയ്ത് ഈ വണ്ടിക്കകത്ത് ആ ടൗണ് മൊത്തം ഞങ്ങളെ ഒന്ന് കറക്കി കാണിച്ചത്. എൻ്റെ ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു ഒരു ക്യാമറ വാങ്ങിച്ച് ഷൂട്ട് ചെയ്യണം, വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ കോവൻ ബ്രോഡ് എടുത്ത് പറഞ്ഞപ്പം ഞങ്ങളുടെ അടുത്ത് മലേഷ്യയിൽ ഏറ്റവും വലിയ ക്യാമറ ആദ്യത കിട്ടുന്ന സ്ഥലത്തോട്ട് വന്നു. അങ്ങനെ DJ കയറി ഒരു ക്യാമറ എടുത്തു. അതിലാണ് ഞങ്ങൾ ഫുള്ള് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വാക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞാനും ഹർജിത്ത് മോനും കൂടെ തെരുവോളങ്ങളിൽ ഞങ്ങൾ നടക്കുകയാണ്. ഹർദേവ് മോനങ്ങ് സെറ്റായി. കോവനുമായിട്ട് ഹർദേവ് മോനങ്ങ് നടക്കാൻ തുടങ്ങി. ഇതാണ് IT ഏറ്റവും കൂടുതൽ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ഐറ്റംസ് വിൽക്കുന്ന ഏറ്റവും വലിയ സ്ഥലം. പിന്നെ ഇവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് റെസ്റ്റോ എന്നൊക്കെ പറഞ്ഞാണ്, നാസി കണ്ടെന്നൊക്കെയാണ് മിക്ക റെസ്റ്റോറൻറ്റിൻ്റെയും പേര്. നല്ല കാലാവസ്ഥ കേട്ടാ, അടിപൊളി കാലാവസ്ഥ അടിപൊളി. ഇങ്ങനെ കോവൻ ഞങ്ങൾ ഓരോ സ്ഥലത്തോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കോവൻ ബ്രോ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചെറിയ സൂപ്പർ മാർക്കറ്റിൽ കയറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട്. അങ്ങനെ ഹസ്നമോളും ധന്യയും കൂടി എല്ലാം കൂടെ ചെക്ക് ചെയ്തിട്ട് ഒന്നും എടുക്കാതെ ഞങ്ങൾ പുറത്തോട്ട് പോയി. അടുത്തത് ചൈനീസ് ടെമ്പിളിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇതാണ് ചൈന ടെമ്പിൾ. ചൈന ടെമ്പിളിലോട്ട് പോകും. മിനിസ്ട്രി ഓഫ് ലോക്കൽ 1989 പണിഞ്ഞ ചൈന ടെമ്പിൾ. നമ്മുടെ ക്യാമറമാൻ ഇപ്പൊ ഹർജിത്ത കേട്ടാ. വ്യൂസ് നോക്കിയ ടെമ്പിളിന്റെ വെളിയിൽ അകത്തോട്ട് ചെയ്യാം. നിന്ന സെക്യൂരിറ്റി അണ്ണനോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന്. അവിടെ നിന്ന് സെക്യൂരിറ്റി അണ്ണൻ ഒരു തമിഴനാണ്, മലേഷ്യൻ തമിഴൻ. ഇന്ത്യയിൽ ആകെ 2-3 തൊട്ടേ വന്നിട്ടുള്ളൂ. പുള്ളിക്കാരൻ പറഞ്ഞു നമ്മളെ അമ്പലങ്ങളിൽ കത്തിക്കുന്നതൊക്കെ ഇതുപോലൊരു ചെറിയൊരു മെഴുകുതിരി വാങ്ങിച്ച് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് കത്തിക്കാമെന്ന് പറഞ്ഞു. ആ മന്ത്രം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടേയിരിക്കുക. മൊത്തത്തിൽ പോസിറ്റീവാണ്. പുള്ളിക്കാരൻ ജനിച്ചതും വളർന്നതും എല്ലാം മലേഷ്യയിലാണ്. ഇന്ത്യയായിട്ട് ഒരു ബന്ധമില്ല. എവിടെയാണ് നാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി 1-2 പ്രാവശ്യം മാത്രമേ ചെന്നൈ വന്നിട്ടുള്ളൂ. അങ്ങനെ ഞാനും ഈ വിളക്ക് എത്തിച്ചു. രണ്ടാമത് ധന്യയെ വിളിച്ച് ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ച് അവിടെ കത്തിച്ചു. മൊത്തത്തിൽ വൈബുള്ള ഒരു സ്ഥലമായത്.
നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് ചെറിയൊരു കുശം പോലെ വെച്ചിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, ഒരു മടുപ്പും വരുത്തില്ല. അത്ര നല്ല കംഫർട്ടബിൾ ആ പ്ലേസ്. ഭയങ്കര പ്രാർത്ഥന, അതെ, ഭയങ്കര പ്രാർത്ഥന. ഇതിങ്ങനെ മേളിൽ നിന്ന് സ്റ്റിക്ക് എടുത്തിട്ട് ഒരു സ്റ്റിക്ക്, ഏതെങ്കിലും ഒരു സ്റ്റിക്ക് നമ്മൾ എടുക്കണം. എടുക്കുമ്പോൾ എന്താണോ നമ്പർ വന്ന് 7 ഉണ്ട്. അതാണ് 7 എണ്ണ വന്നിരിക്കും ഉണക്കത്തുണ്ട്. ലൈഫ് ഈസ് 10 days ബിഹൈൻഡ് യു ആർ ഫൈൻ ആൻഡ് ഫ്ലറിഷിങ്. നിനക്കെല്ലാം നല്ലതാണല്ലോ അവിടെ വന്നേക്കുന്നത്. അതുകൊണ്ടല്ലേ മലേഷ്യ ഇരിക്കുന്നു. ഇനി ധന്യ എടുക്കാൻ പോവാ. ധന്യ ഇതെന്തൊക്കെയാണ് എന്നിട്ട് കൊണ്ടുവരാം. ആ അതത് വെള്ളി poor result. This year sees no progress. Family harmony highly advisable. കുട്ടനൊക്കെ മൂടാഫായി. അത് കുഴപ്പമില്ലടാ, നിനക്ക് നല്ലതേ വരും. കാശുള്ളവരൊക്കെ ഡൊണേഷൻ ബോക്സ് നമ്മൾ അമ്പലത്തിലാണൊക്കെ വഞ്ചിപ്പെട്ടിയാണ്. അങ്ങനെ ധന്യയുടെ കയ്യിൽ മറ്റേ മെഴുകുതിരി എത്തി. എങ്ങനെയാണ് ഇത് കത്തിക്കുന്നത്? ചന്ദനത്തിരി അവിടെ നിന്ന് എടുക്കണോ അല്ലേ? ചന്ദനത്തിരി എവിടെ നിന്ന് എടുക്കേണ്ടത്? നമ്മുടെ അമ്പലത്തിലെ പിരിവ് പെട്ടിയാണ് കേട്ടോ ഇവിടെ വീട്ടിൽ പിരിവ് പെട്ടി. മെഴുകുതിരി നമ്മൾ നമ്മളിങ്ങനെ കത്തിക്കുക. അമ്പലത്തിന്റെ താഴത്തെ ഫ്ലോറിൽ ഒരുപാട് ബുദ്ധന്റെയും എല്ലാവരുടെയും പ്രതിമ ഇങ്ങനെ ഇതേപോലെ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെരുപ്പ് ഊരിയിട്ട് വേണം അകത്തോട്ട് കയറാൻ. അപ്പം ഞങ്ങള് അതൊക്കെ വെളിയിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ച് ഒരു ഫ്ലോർ നടക്കുക നമ്മൾ ഗൈസ്. ഒരുപാട് പുറത്തുള്ള ടൂറിസ്റ്റുകൾ, ചൈനീസ്, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്ന് വിസിറ്റ് ചെയ്യുന്നത്. ഇന്ത്യക്കാർ വളരെ കുറവാണ്. നല്ല വ്യൂ ഉണ്ട്. എല്ലാവരും ബ്ലോഗേഴ്സാണെന്ന് തോന്നുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത്. ഇതാണ് മേളത്തെ വ്യൂ. സത്യം കാണുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. ഫുൾ കളർഫുള്ളായിട്ടായിരിക്കുന്നത്. കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നുന്നതാ. അത്ര അടിപൊളിയായിട്ടാണ് ടെമ്പിളിലും ടെമ്പിളിൻ്റെ ആ പരിസരമൊക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്.
ടെമ്പിളിൻ്റെ ബാക്ക് സൈഡ് ഓരോ വലിയ വലിയ സെയിൻസിൻ്റെയൊക്കെ സ്റ്റാച്യൂസൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരെന്തൊക്കെയാണ് ഈ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടും ഈ മലേഷ്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തെന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് നടക്കാനൊരു ഇച്ചിരി പ്രയാസമുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലങ്ങളിൽ പോകാനുള്ളതുകൊണ്ടാണ് നമ്മൾ സ്പീഡപ്പ് ചെയ്ത് ഒന്നും ചെറുതായിട്ട് കവർ ചെയ്യാൻ പറ്റിയത്. இப்படியாக அடிக்குது கணக்கையில தாங்க. ഹസ്നമോളും തന്നെയും കൂടി യാതൊരു മടിപ്പുമില്ലാതെ നല്ല പോലെ നടന്ന് കംപ്ലീറ്റ് പരിസരവും എൻജോയ് ചെയ്ത് തന്നെയുടെ മൊബൈലിലൊക്കെ ചെറിയ ഫോട്ടോസും പിക്ചേഴ്സൊക്കെ എടുത്ത് ശരിക്കും ആ എക്സ്പീരിയൻസ് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആ മലേഷ്യൻ തമിഴൻ സെക്യൂരിറ്റി അണ്ണൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച് 50,000 തമിഴ് സ്കൂൾസാണ് മലേഷ്യൻ ഗവൺമെൻറ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്രയ്ക്കും വളരെ ഉപകാരമായി ഇന്ത്യൻസിന് വേണ്ടിയിട്ട്. അത്ര ഫേവേഴ്സാണ് അവർ ചെയ്യുന്നത്. സെയിം അവരെ നാട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് മലേഷ്യയിൽ നിൽക്കുന്നതെന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചൈന ടെമ്പിളിലേക്ക് ഇവിടെ പറയുകയാണ്. നിങ്ങൾ എക്സിറ്റ് ചെയ്യാണ്. ഗോംബ്രോ ഞങ്ങൾക്ക് വേണ്ടി താഴെ വെയിറ്റ് ചെയ്യാണ്. ഇനി ഉച്ച സമയമായി, പിള്ളേർക്കൊക്കെ വിശക്കെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട്. അങ്ങനെ ഞങ്ങൾ ബനാന ലീഫ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ട് വന്ന് തമിഴ് ഫുഡ് കഴിക്കാനും മലേഷ്യൻ ഫുഡും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നു. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അടിപൊളി റെസ്റ്റോറൻറ്റ്, എല്ലാ ടൈപ്പ് ഫുഡും. ചിക്കൻ, മീൻ, വറുവൽ എല്ലാം. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാനായിട്ട് മലേഷ്യയിൽ വന്നു. ഗോവൻ ബ്രോ ഞങ്ങൾ ഒരു അടിപൊളി ഹോട്ടലിലോട്ട് കൊണ്ടുവന്നു. എല്ലാം വാഴയിലയിലാണ് സെർവ് ചെയ്യുന്നത്. അതാ കണ്ടില്ലേ, വാഴയിലയിൽ സെർവ് ചെയ്യാം. പിന്നെ ഈ ഫുഡൊക്കെ വന്നിട്ട് ഞങ്ങൾ പറയാം, ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അങ്ങനെ തങ്കച്ചി ഇവിടുത്തെ മലേഷ്യൻ ഊണൊക്കെ കഴിച്ച് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. ഇതാണ് ഇവിടുള്ള റെസ്റ്റോറൻറ്റ്. ഇത് വളരെ ഏസിയാത്തൊരു ഫാൻ. ഇതൊരു വെറൈറ്റി സംഭവമാണ്. അടിപൊളി സംഭവം, ഭയങ്കര ടേസ്റ്റി ആയിട്ട്. അടിപൊളി. എന്തോ പൊട്ടലങ്ക ബീൻസ് ഇതൊക്കെ എന്തൊക്കെയോ കൂട്ട് എൻ്റെ കൂടെ ചിക്കൻ കറിയും കൂടെ വെച്ചു. ആദ്യ ടേസ്റ്റ്. മലേഷ്യയിൽ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഇതുപോലെ ഫുഡ് അവർ നോൺ വെജും വെജിറ്റേറിയനും എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കും. നമ്മൾ ചെന്ന് പറയുമ്പോഴത്തേക്ക് അന്നേരം തന്നെ അവർ ഒന്നും കൂടെ റീഹീറ്റ് ചെയ്ത് നമുക്ക് അപ്പോഴി തന്നെ സെർവ് ചെയ്ത് തരും. എൻ്റെ അഭിപ്രായത്തിൽ ഊണ് കൊള്ളാം, പക്ഷേ മട്ടൺ ഈസ് കംപ്ലീറ്റ്ലി ലെറ്റ് ഡൗൺ. അതാണ് ഹർദേവ് മോനും അങ്ങ് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയത്. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവുക. അങ്ങനെ ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യയിൽ നിന്ന് നേരെ കിങ് പാലസിലോട്ട് ഞങ്ങൾ പോവുകയാണ്. അവിടെ ചെറിയായിട്ടൊന്നൊരു ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. അവിടെ അകത്ത് കയറാൻ പറ്റത്തില്ല, പുറത്ത് നിന്ന് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് വെച്ച്. നമ്മളിപ്പോൾ ഒരു കിങ് പാലസിൽ വന്നിരിക്കുകയാണ്. മലേഷ്യൻ കിങ് പാലസ് അതിമനോഹരമായ സ്ഥലമാണ്. ചെറിയൊരു കുന്നിൻ്റെ മേളിലാണ് ഈ പാലസ് ഇരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ സൈറ്റും അടിപൊളി. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സൈറ്റാണിത്. വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷൻ വേണമെന്ന് പറയാം.
പുറത്തു നിന്ന് കാണാൻ തന്നെ ഇത്രയും ഭംഗിയാണെങ്കിൽ അകത്തെന്ത് രസമായിരിക്കും. പക്ഷെ പുറത്തിരുന്ന് മാത്രമേ നമുക്ക് ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എടുക്കാൻ പറ്റൂ. വൈകുന്നേരങ്ങളിൽ ഫുള്ള് ഇവർ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യും. വൈകുന്നേരം കാണാൻ നല്ല രസമുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ക്ലീൻ ചെയ്യുക. ഇവിടെ സാധാരണ ഒരു കുതിരയും ഒരു ഗോഡും കാണും, പക്ഷെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുതിരയെ മാറ്റിയത്. ഇവിടെ സെക്യൂരിറ്റി കോഡുണ്ട്. സെക്യൂരിറ്റി കോഡ് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഇവിടെ. പാലസ് ഉണ്ടോ? അടിപൊളി രാജാവിന്റെ കൊട്ടാരം. ഗൈസ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സെക്യൂരിറ്റി ഗാർഡിന് അവരൊന്നും നമ്മൾ പ്രൊവോക്ക് ചെയ്യാനോ ഒന്നും പാടില്ല. നമ്മൾ കുറച്ച് നേരത്തെ വന്നെങ്കിൽ അവിടെ ആ 2 കുതിരകളും സെക്യൂരിറ്റി ഗാർഡിനെ എല്ലാം കാണാമായിരുന്നു. ആ പാർട്ട് അവർ മൊത്തം ക്ലീൻ ചെയ്യുകയാണ്. നമ്മൾ ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാൻ. അകത്തോട്ടൊന്നും എൻട്രൻസ് ഇല്ല. ഇവിടെ ഈ വശത്ത് കുതിര കാണും, പക്ഷെ ആ കുതിര അവർ ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി. ഒരു കുതിര ഇവിടെ ഉണ്ട്, അത് അവർ ക്ലീൻ ചെയ്യുന്നത് കണ്ടില്ലേ. ഹോസ് ഉണ്ടായിരുന്നു, അവിടെ ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ മെമ്മോറിയലിലോട്ടാണ് അടുത്ത യാത്ര. അങ്ങോട്ട് പോവാ ഞങ്ങൾ. നല്ല ക്ലൈമറ്റ് കേട്ടാ, കിടിലൻ ക്ലൈമറ്റ്, നല്ല രസമുണ്ട്. ഒരു പ്രത്യേക വൈബുണ്ട്. ഹർദേവ് മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, അവന് തലവേദനയാണ്. അതുകൊണ്ട് വണ്ടിക്കകത്ത് തന്നെ കോവൻ പ്രോയായിട്ടങ്ങ് ഇരുന്ന്. ധന്യ ഫുള്ള് ഷൂട്ടിങ്. ഞങ്ങളങ്ങനെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ മെമ്മോറിയലിലോട്ട് എത്തി. വെൽ മെയിൻറ്റെയിൻ ചെയ്ത് ഫൗണ്ടനൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ക്ലൈമറ്റ് തന്നെ അടിപൊളി. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ രാജ്യത്തും ഇതുപോലെ വെൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും ട്രൈ ചെയ്യാതെ അത് ചെയ്യാൻ പറ്റും. വേസ്റ്റുകൾ അവിടെ ഇവിടെ കളയാതെ കറക്റ്റ് ആ ഡസ്റ്റ്ബിനിൽ തന്നെ കൊണ്ട് കളയാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ നമ്മുടെ ഇന്ത്യയാക്കി മാറ്റിയ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് ഒരുപാട് ത്യാഗിച്ച സ്ഥലമാണ്. അതുപോലെ മലേഷ്യയും അവർ ആ ഫ്രീഡം ഫൈറ്റേഴ്സിന് വേണ്ടി ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ആ പ്ലേസ് എപ്പോഴും അവർ ക്ലീൻ ആക്കി നിർത്താൻ അവരും നോക്കും. നമ്മുടെയും ഡ്യൂട്ടിയാണ്, നമ്മൾ ഇന്ത്യയിലും അതുപോലെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. വണ്ടർഫുൾ പ്ലേസ്. കുട്ടൻ്റെ അടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കുട്ടൻ ഇറങ്ങി വന്നത്. നല്ല വൃത്തിയായിട്ടാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല വൃത്തി, എല്ലാം നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കംപ്ലീറ്റ് നല്ല മെയിൻറ്റെയിൻ ചെയ്ത്. ഇതൊരു ഫോട്ടോ പോയിൻ്റാണ്. കുട്ടി എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ കുറേ നേരം ആ പരിസരമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടങ്ങ് ഇറങ്ങി. അങ്ങനെ ഇതെല്ലാം കണ്ട് പുറത്തിറങ്ങി നിന്നപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്. ഇദ്ദേഹം ഇവിടെ കോക്കനട്ട് വാട്ടറും ലൈം വാട്ടറൊക്കെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പുള്ളി ഒരു വാൻഡാത്ത് തന്നെ ഇത് കംപ്ലീറ്റ് സേവ് ചെയ്യുന്നത്. കോക്കനട്ട് ഒരെണ്ണേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് നമുക്ക് തന്നു. പ്രൈസ് എല്ലാം പുള്ളിക്കാരൻ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തോന്നിയ മാതിരി നമ്മുടെ ടൂറിസ്റ്റിനൊന്നും അവർക്ക് റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഏതാ ആ ലൈം വാട്ടറും ആ കോക്കനട്ട് വാട്ടറും ഐസിട്ടതൊക്കെ നമ്മൾ വാങ്ങിച്ച്. എനിക്ക് തോന്നി ഇതൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ എന്താണ് ഇതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. തിരിച്ചെല്ലാം കഴിഞ്ഞ് എല്ലാ പിള്ളേരെല്ലാം നല്ല ടയർഡായി. ഏകദേശം 6 o'clock ആയി. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് തന്നെ വന്ന് കോപം ബ്രോ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങളുടെ റൂമിലോട്ട്. ഓക്കെ, സെഷൻ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.